ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അണികളെ സജ്ജമാക്കാനുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു. താഴെത്തട്ടിൽ നിന്നുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് എല്ലാവരും മുൻതൂക്കം നൽകുന്നത്. സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള കൺവെൻഷനുകളും ആരംഭിച്ചു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സൌത്ത് നിയോജകമണ്ഡലം വസ്ത്രമണ്ഡലമാക്കി മാറ്റാനുള്ള പദ്ധതി ആലോചിക്കുന്നുണ്ടെന്ന് മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ. സെപ്റ്റംബർ 2 നടക്കുന്ന ദേശീയ പണിമുടക്കിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനാ സംയുക്ത ജില്ലാ സമിതി നേതാക്കൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വനിതാ പ്രവർത്തകരെ സജ്ജമാക്കാൻ ലീഗ് ഒരുങ്ങി. വാർത്തകൾ വിശദമായി. സൌത്ത് നിയോജകമണ്ഡലം വസ്ത്രമണ്ഡലമാക്കി മാറ്റാനുള്ള പദ്ധതി ആലോചിക്കുന്നുണ്ടെന്ന് മന്ത്രി എം.കെ. മുനീർ പറഞ്ഞു. 500 സ്ത്രീകൾക്കായി ആധുനിക രീതിയിലുള്ള തയ്യൽ മെഷീനുകൾ നൽകി ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുക എന്നതാണ് വസ്ത്രമണ്ഡലം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സൌത്ത് നിയോജകമണ്ഡലത്തിന്റെ വിഷൻ 2030 എന്ന വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മന്ത്രി ഡോക്ടർ എം.കെ. മുനീറിന്റെ മണ്ഡലമായ കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിഷൻ 2030 എന്ന വികസന പദ്ധതികളെക്കുറിച്ചുള്ള സെമിനാറാണ് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. കിലയുടെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വികസനം ശാസ്ത്രീയമായി എങ്ങനെ നടപ്പാക്കാം എന്നതാണ് ആലോചിക്കേണ്ടതെന്നും സൌത്ത് നിയോജക മണ്ഡലത്തെ വസ്ത്രമണ്ഡലമാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. മണ്ഡലത്തിലെ 500 സ്ത്രീകൾക്ക് ആധുനിക തയ്യൽ മെഷീനുകൾ നൽകി ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് നിർമ്മിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ വികസനത്തെ എങ്ങനെ ശാസ്ത്രീയമായി എല്ലാ ഘടകങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എങ്കിൽ മാത്രമേ സന്തുലിതമായിട്ടുള്ളൊരു വികസനം കോഴിക്കോട് നഗരത്തിന് ലഭ്യമാവുകയുള്ളൂ. മണ്ഡലത്തിൽ ഇതുവരെ 500 കോടി രൂപയുടെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ചിലത് പൂർത്തിയായതായും വികസന പ്രവൃത്തികൾക്ക് കോർപ്പറേഷൻ നൽകുന്ന സഹകരണം മാതൃകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മേയർ എ.കെ. പ്രേമജം അധ്യക്ഷയായിരുന്നു. ജില്ലാ കളക്ടർ എൻ. പ്രശാന്ത്, KURDF ചെയർമാൻ കെ. മൊയ്തീൻകോയ, CDA ചെയർമാൻ NC അബൂബക്കർ, കൌൺസിലർ MT പത്മ, കില അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പീറ്റർ M. രാജ്, കില ഡയറക്ടർ PP ബാലൻ, P. കിഷൻചന്ദ്, അഡ്വക്കേറ്റ് AV അൻവർ, PV അവറാൻ, കവിത അരുൺ, KT ബീരാൻഗോയ തുടങ്ങിയവർ സംബന്ധിച്ചു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും തടയുക, തൊഴിൽ നിയമങ്ങൾ കർശനമായി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ 2 നടക്കുന്ന ദേശീയ പണിമുടക്കിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനാ സംയുക്ത ജില്ലാ സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിലെ എല്ലാ തൊഴിൽ മേഖലകളെയും സ്തംഭിപ്പിക്കുന്ന ചരിത്ര സംഭവമാക്കി ദേശീയ പണിമുടക്ക് മാറ്റുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ തൊഴിലാളികളെ മാത്രമല്ല പൊതുജന വിഭാഗത്തെയും ബാധിക്കുന്ന 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സംസ്ഥാന ട്രേഡ് യൂണിയനുകളും പ്രാദേശിക ട്രേഡ് യൂണിയനുകളും ഒറ്റക്കെട്ടായാണ് പണിമുടക്കിൽ അണിചേരുന്നത്. നേരത്തെ പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച BMS ഇപ്പോൾ വിട്ടുനിൽക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെയും RSSന്റെയും സമ്മർദ്ദം മൂലമാണെന്ന് ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനാ സംയുക്ത ജില്ലാ സമിതി നേതാക്കൾ പറഞ്ഞു. എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ഈ സമരത്തിലുണ്ടല്ലോ. BMS ഒഴിച്ചുള്ള മറ്റൊരു സംഘടനകൾക്കും വ്യത്യസ്തമായ നിലപാടില്ല.
കേരള പത്രപ്രവർത്തക യൂണിയനും പണിമുടക്കിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 1 അർദ്ധരാത്രി മുതൽ 2 രാത്രി 12 വരെയാണ് പണിമുടക്ക്. കോഴിക്കോട് പട്ടണത്തിൽ പണിമുടക്കിയ തൊഴിലാളികൾ ലിങ്ക് റോഡിൽ ധർണയിരിക്കും. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെ നടക്കുന്ന ഐതിഹാസിക സമരമായി പണിമുടക്കിനെ മാറ്റാനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ നടന്നുവരികയാണെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. രാമനാട്ടുകര തൊണ്ടയാട് ബൈപ്പാസിൽ അഴിഞ്ഞിലം മേഖലയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. അമിത വേഗതയും അശ്രദ്ധയുമാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം 3 പേരാണ് മരണപ്പെട്ടത്. വാഹനം തന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന ഉറപ്പിൽ പറക്കുന്നവരാണ് മിക്കപ്പോഴും അപകടങ്ങൾക്ക് കാരണക്കാരാവുന്നത്. തന്റെയൊപ്പം യാത്ര ചെയ്യുന്നവരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ പറക്കലാണ് ഇടിച്ചുമറിഞ്ഞ് മരണത്തിന് വരെ കാരണമാകുന്നത്. തൊണ്ടയാട് രാമനാട്ടുകര ബൈപ്പാസ് തുറന്നുകൊടുത്ത ശേഷം നടന്ന അപകടങ്ങൾക്കും മരണങ്ങൾക്കും കണക്കില്ല. അഴിഞ്ഞിലം നിസരി ഭാഗങ്ങളാണ് അപകടത്തിന്റെ പ്രധാന മേഖലകൾ. എയർപോർട്ടിൽ നിന്നും തിരിച്ചും പോകുന്ന വാഹനങ്ങളും രാത്രികാല ദീർഘദൂര വാഹനങ്ങളും നിയന്ത്രിത വേഗം മറികടന്നു പോകുന്നതാണ് എല്ലാ അപകടങ്ങൾക്കും കാരണമാകുന്നത്. സിഗ്നൽ സംവിധാനവും റോഡ് നിയമങ്ങളും പാലിക്കാതെയാണ് പല വാഹനങ്ങളും ചീറിപ്പായുന്നത്. രാത്രികാലങ്ങളിലാണ് അപകടങ്ങൾ കൂടുതൽ. ഓരോ നിശ്ചിത കിലോമീറ്ററിനുള്ളിലും പരിശോധന ശക്തമാക്കിയാൽ വാഹനവേഗം നിയന്ത്രിക്കാനും ഉറക്കച്ചടവിൽ ഡ്രൈവ് ചെയ്യുന്നവരെ നിയന്ത്രിക്കാനുമാകും. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സെപ്റ്റംബറിൽ കൊയിലാണ്ടിയിലെത്തുന്നു. CPM നേതാവും മാധ്യമപ്രവർത്തകനുമായ NV ബാലകൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിനായാണ് VS എത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സെപ്റ്റംബർ 6 കൊയിലാണ്ടിയിലെത്തും. മാധ്യമപ്രവർത്തകരും കൊയിലാണ്ടി പോസ്റ്റ് ചെയർമാനുമായ NV ബാലകൃഷ്ണന്റെ മതം, ലൈംഗികത, മൂലധനം, പരിസ്ഥിതി എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തിനായാണ് VS കൊയിലാണ്ടിയിൽ എത്തുന്നത്. 2012 മാർച്ചിൽ CPM പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യാനാണ് VS അച്യുതാനന്ദൻ അവസാനമായി കൊയിലാണ്ടിയിലെത്തിയത്. ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻസ് പിങ്ക് മുദ്രണം പുറത്തിറക്കിയ പുസ്തകത്തിന്റെ 2ാം പതിപ്പാണ് VS പ്രകാശനം ചെയ്യുന്നത്. 2014 മെയ് മാസത്തിൽ ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ പങ്കെടുപ്പിച്ച് പുസ്തക പ്രകാശനം നടത്താൻ ശ്രമം നടന്നിരുന്നു. എന്നാൽ ഇത് മുടങ്ങുകയായിരുന്നു. ഇതേക്കുറിച്ച് NV ബാലകൃഷ്ണൻ: കഴിഞ്ഞ തവണ പുസ്തക പ്രകാശനം മുടങ്ങിപ്പോയത് എന്ന് പറയുമ്പോൾ പുസ്തകം പ്രകാശനം ചെയ്യാൻ നിശ്ചയിക്കുകയും പ്രതിപക്ഷ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്യാൻ ഏൽക്കുകയൊക്കെ ചെയ്തായിരുന്നു. ആ സമയത്ത് പാർട്ടിയിൽ ഞാനൊരു അച്ചടക്ക നടപടിക്ക് വിധേയനായിരിക്കുന്ന സമയമായിരുന്നു. എന്റെ പുസ്തകം അങ്ങനെ പ്രതിപക്ഷ ഉപനേതാവ് പ്രകാശനം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലയിൽ ചില അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നതിനെ തുടർന്ന് തൽക്കാലം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് അതിന്റെ പ്രകാശനം ഒരുപാട് സമയം നീണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ്. VS പ്രകാശനം ചെയ്യുന്ന പുസ്തകം മുൻ മന്ത്രി ബിനോയ് വിശ്വം ഏറ്റുവാങ്ങും. സിനിമാ നടൻ അനൂപ് ചന്ദ്രൻ പുസ്തക പരിചയം നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. സെപ്റ്റംബർ 6 വൈകിട്ട് 4 മണിക്ക് കൊയിലാണ്ടി സ്റ്റേഡിയം കോർണറിലാണ് പരിപാടി നടക്കുന്നത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്കൂളിൽ സ്ഥാപിച്ച നീന്തൽക്കുളം സ്കൂൾ അധികൃതർക്ക് തലവേദനയാകുന്നു. വണ്ടൂർ VMCയിലാണ് 2 വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ കായിക യുവജനക്ഷേമ മന്ത്രാലയവും രാഷ്ട്രീയ ജീവൻ രക്ഷാ സൊസൈറ്റിയും ചേർന്ന് ഫൈബർ കുളം സ്ഥാപിച്ചത്. പരിപാലിക്കാൻ ആളില്ലാത്തതിനാൽ നീന്തൽക്കുളത്തിന്റെ മേൽക്കൂര തകർന്ന് മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ്. കൊതുക് ഭീഷണിയും ഉണ്ട്. 1 വർഷത്തേക്ക് 25 ലക്ഷം രൂപ ചെലവ് വഹിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതി പ്രകാരം വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫൈബർ നീന്തൽക്കുളം സ്ഥാപിച്ചത്. 2013 നവംബർ 15 ഉദ്ഘാടനം ചെയ്ത കുളത്തിൽ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് പരിശീലനം ലഭിച്ചത് വെറും 3 മാസം മാത്രമായിരുന്നു. തുടക്കത്തിൽ നീന്തൽ പരിശീലിപ്പിക്കാൻ 5 പേർ ഉണ്ടായിരുന്നെങ്കിലും 3 മാസം മാത്രമാണ് പരിശീലനം നടന്നത്. 22 ക്ലാസ് കൊണ്ട് നീന്തൽ പരിശീലിപ്പിച്ച് സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് കൊട്ടിഘോഷിച്ച് ആരംഭിച്ച പദ്ധതിയിൽ വർഷം 2 കഴിഞ്ഞിട്ടും പരിശീലനം നേടിയ 250 കുട്ടികൾക്ക് ഇതുവരെ സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടില്ല. വേണ്ട രീതിയിൽ സംരക്ഷിക്കാത്തതിനാൽ കഴിഞ്ഞ മഴക്കാലത്ത് കുളത്തിന്റെ മുകൾ ഭാഗം മരം വീണ് തകർന്നിരുന്നു. കുളത്തിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ ഭീഷണി ഉയർത്തുമെന്നതിനാൽ കുളം പൊളിച്ചു മാറ്റണമെന്നാണ് സ്കൂൾ അധികൃതർ ആവശ്യപ്പെടുന്നത്. സ്കൂൾ PTA ആവശ്യപ്രകാരം ഒന്നെങ്കിൽ അത് സ്കൂളിന് കൃത്യമായി ഏൽപ്പിക്കുക, സ്കൂൾ അത് ഭംഗിയായി കൊണ്ട് നടത്തുക. അതല്ലെങ്കിൽ തന്നെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും അത് എടുത്തുകൊണ്ട് പോയി എടുത്തു നീക്കി ആ സ്ഥലം സ്കൂളിന് സൗകര്യം ചെയ്ത് നൽകണമെന്ന് ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ സ്കൂൾ PTA മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നീന്തലറിയാതെ മുങ്ങിമരണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 6 സ്കൂളുകളിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. കുളം സ്ഥാപിച്ച സ്വകാര്യ കമ്പനിയെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല. അങ്ങനെ കേന്ദ്ര സഹായത്തോടുള്ള മറ്റൊരു പദ്ധതി കൂടി ഉപയോഗശൂന്യമായി മാറുകയാണ്. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ.
മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. ഇപ്രാവശ്യമെങ്കിലും മനസ്സ് നിറഞ്ഞ് സ്വർണ്ണം എടുക്കണം കേട്ടോ. കഴിഞ്ഞ തവണ തന്നെ മനസ്സിന് ഒട്ടും തൃപ്തിയായില്ല. അതെങ്ങനെയാ? ആകെ 5 കണ്ടിട്ട് അതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞ മനസ്സിന് എങ്ങനെ തൃപ്തി വരും? കാശ് എണ്ണിക്കൊടുത്ത് വാങ്ങിക്കണമെന്നല്ലേ? കഴിഞ്ഞ തവണ നമ്മൾ നിറയെ കടകളിൽ കയറി ഇറങ്ങി, എന്നിട്ട് മനസ്സിന് പിടിച്ചത് കിട്ടിയില്ല. ബുദ്ധിയുള്ളവർ കല്യാൺ ജ്വല്ലേഴ്സിൽ പോകും. അവിടെ ആവുമ്പോ നമുക്ക് തിരഞ്ഞെടുക്കാം ആയിരക്കണക്കിന് ഡിസൈനുകളിൽ നിന്ന്. അതാണ് പുതിയ വലിയ കളക്ഷൻ ഉൾപ്പെടെ 7 പുതുമകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടിയും. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. വനിതാ ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ശില്പശാല സംഘടിപ്പിച്ചു. CH ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ ശില്പശാല CH ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. കുൽസു അധ്യക്ഷം വഹിച്ചു. നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. നാളെ ഗോതയിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകളെ സജ്ജമാക്കാൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുകൊണ്ട് മുസ്ലിം ലീഗിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നും അതൊരു വലിയ ഒരു നേരത്തെ പഴയ കാലഘട്ടങ്ങളിൽ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയ അവബോധം തീരെ ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് ദൂരം നമ്മൾ പോയി കഴിയുന്ന നമ്മുടെ സ്ത്രീകളെ രാഷ്ട്രീയമായി ഒരുപാട് നമുക്കൊരു സദസ്സിന് മുന്നിൽ വെക്കാൻ കഴിയുന്ന സ്ത്രീകളെ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ സ്ത്രീകളെ മാറ്റിയെടുക്കാൻ കഴിയുന്ന വനിതാ ലീഗിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് അതൊന്നുകൂടി മാറ്റിവെക്കുന്ന രീതിയിൽ നമ്മുടെ സ്ത്രീകളെ സജ്ജമാക്കുന്ന രീതിയിൽ നാളെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകളിൽ ഒരുപാട് പ്രസിഡന്റുമാർ വേണ്ടി വരും, നമുക്ക് ബ്ലോക്കുകളിൽ പ്രസിഡന്റുമാർ വേണ്ടി വരും, കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലൊക്കെയുള്ള കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഒക്കെ ആയിട്ട് നമുക്ക് സ്ത്രീകൾ വേണ്ടതാണ്. മുസ്ലിം ലീഗ് പരിചയം പാരമ്പര്യം എന്ന വിഷയത്തിൽ ഷാഫി ചാലിയവും നവോത്ഥാനവും മുസ്ലിം ലീഗും എന്ന വിഷയത്തിൽ അർഷുൽ അഹമ്മദും സംസാരിച്ചു. വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. സഫിയ, TK സീനത്ത് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. കരിപ്പൂർ വിമാനത്താവളം വെടിവെപ്പ് കേസിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് പരാതി. സംഭവം നടന്ന് 2.5 മാസം കഴിഞ്ഞിട്ടും പ്രതികളെ തെളിവുകളോടെ കണ്ടെത്താനോ ജവാന് നേരെ വെടിയുതിർത്ത തോക്ക് കണ്ടെത്താനോ പോലീസിന് സാധിച്ചിട്ടില്ല. അതേസമയം കേസിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികളും ജാമ്യത്തിൽ ഇറങ്ങി. കഴിഞ്ഞ ജൂൺ 10 കരിപ്പൂർ വിമാനത്താവളത്തിൽ സമാനതകളില്ലാത്ത അക്രമം നടക്കുന്നത്. അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരും CISF ജവാന്മാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ജവാൻ SS യാദവ വെടിയേറ്റ മരിക്കുകയായിരുന്നു. എന്നാൽ സംഭവം നടന്ന് 2.5 മാസത്തോളം പിന്നിട്ടിട്ടും കേസിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനോ ഇവർക്കുമേൽ കുറ്റം ചുമത്താനോ പോലീസിന് സാധിച്ചിട്ടില്ല. യാദവിന് നേരെ വെടിയുതിർത്ത തോക്കിന്റെ ബാലിസ്റ്റിക് പരിശോധനാ ഫലം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്ത മുഴുവൻ പ്രതികളും ജാമ്യത്തിലിറങ്ങി. വെടിയുതിർത്ത സീതാറാം ചൌധരിക്കെതിരെ ആദ്യം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കുമെന്ന് പറഞ്ഞ പോലീസ് പിന്നീട് ഇത് മർദ്ദനക്കേസ് മാത്രമായി മാറ്റുകയും ചെയ്തു. സീതാറാം ചൌധരി ഉപയോഗിച്ചിരുന്ന 9mm പിസ്റ്റലിൽ നിന്നാണ് വെടിപൊട്ടിയത്. എന്നാൽ എങ്ങനെയാണ് വെടിയുതിർത്തതെന്നോ എത്ര റൗണ്ട് വെടിപൊട്ടിയെന്നോ വ്യക്തമല്ല. തോക്കിലെ പിസ്റ്റളിന്റെ ബാലിസ്റ്റിക് പരിശോധനാ ഫലം പുറത്തുവന്നാലേ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കൂ. അതേസമയം അന്വേഷണം വഴിമുട്ടിയിട്ടും ബാലിസ്റ്റിക് റിപ്പോർട്ട് ലഭിക്കാൻ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട്. അതേസമയം വിശദ പരിശോധന ആവശ്യമുള്ളതിനാലാണ് ഫലം വൈകുന്നതെന്നാണ്
പോലീസ് നിലപാട്. സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്ന സന്ദേശമുയർത്തി ശ്രീനാരായണ ഗുരുദേവന്റെ 161ാമത് ജന്മദിനം നഗരത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ കൊണ്ടാടി. വർണ്ണശബളമായ ഘോഷയാത്രയോടെ SNDP യോഗം കോഴിക്കോട് യൂണിയന്റെ ആഘോഷങ്ങൾ ആരംഭിച്ചത്. ചടങ്ങ് CK നാണു MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ വിപ്ലവത്തിന്റെ ശംഖുലി മുഴക്കി പിന്നോക്ക ജനവിഭാഗത്തിന്റെ മോചനത്തിന് ആത്മീയ ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കിയ ശ്രീനാരായണ ഗുരുദേവന്റെ 161ാമത് ജയന്തി ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനുള്ള സന്ദേശം കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SNDP യോഗം ശാഖായോഗങ്ങളുടെയും പോഷക സംഘടനകളുടെയും ഇതര ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇത്തവണ കോഴിക്കോട് നഗരത്തിൽ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ഘോഷയാത്രയും മഹാസമ്മേളനവും ഉണ്ടായിരുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്തു നിന്നും ജയന്തി ഘോഷയാത്ര ആരംഭിച്ചു. ക്ഷേത്രയോഗം ജനറൽ സെക്രട്ടറി അനിരുദ്ധൻ എഴുത്തുപള്ളി ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പാവമണി റോഡ്, സ്റ്റേഡിയം, മാവൂർ റോഡ്, CH ഫ്ലൈഓവർ വഴി നളന്ദ ഓഡിറ്റോറിയത്തിൽ ജാഥ സമാപിച്ചു. തുടർന്ന് നടന്ന ജയന്തി സമ്മേളനം മാതൃഭൂമി ഡയറക്ടർ PV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ദുരാചാരങ്ങൾ കൊണ്ട് ഇരുളടഞ്ഞ സമൂഹത്തിന് പ്രഭചൊരിഞ്ഞ തിരുനാളമാണ് ശ്രീനാരായണ ഗുരുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുവിന്റെ സന്ദേശങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും വരുന്ന തലമുറകളിലേക്കും ആ സന്ദേശങ്ങൾ പകരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എത്രയോ കാലങ്ങളായി നമ്മളത് മാറ്റിവെച്ച് ഏറ്റവും വലിയ ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് T. ഷനൂപ് അധ്യക്ഷം വഹിച്ചു. യൂണിയൻ സെക്രട്ടറി C. സുധീഷ്, നടക്കാവ് ശാഖയിലെ രുക്മിണി ടീച്ചർ, P. ബാലരാമൻ, EM ബാഹുലയൻ, വള്ളോളി സുരേന്ദ്രൻ, പൊറോളി സുന്ദർരാജ്, കാശ്മീർക്കണ്ടി സജീവ് സുന്ദർ, PK ഭരതൻ, M. മുരളീധരൻ, PV സുരേഷ് ബാബു, ശ്രീനിവാസൻ ഗോവിന്ദപുരം, സുനിൽ ചന്ദനഞ്ചേരി, VV കേളുക്കുട്ടി, SG ഗിരീഷ് കുമാർ, ലീല വിമലേശൻ, KV ശോഭന, K. ബിനുകുമാർ, ഡോക്ടർ റോയ് വിജയൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന പട്ടേൽ പ്രഭാകരൻ, ഗുരുദേവ ധർമ്മ പ്രചാരകൻ പത്തിങ്ങൽ വിജയൻ, മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന P. സുധാകരൻ എന്നിവരെ ആദരിച്ചു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം കേന്ദ്രീകരിച്ച് നിരവധി വർഷങ്ങളായി ഗുരുവിന്റെ ധർമ്മപ്രചാരണം ഒരു തപസ്യാക്കി മാറ്റിയ അദ്ദേഹത്തിന് ശ്രീ ബലിനൊപ്പം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് കാരണത്വം വഹിച്ചുകൊണ്ട് നിത്യബലി സൗകര്യം ചെയ്തു കൊടുക്കുകയും പ്രസ്തുത ഭൂമി സംരക്ഷിക്കുവാൻ മുൻനിരയിൽ നിന്ന് യൂണിയന് കീഴിലുള്ള കൂട്ടുബാധ്യതാ സംഘങ്ങൾക്കുള്ള 1 കോടി രൂപയുടെ സ്വയം തൊഴിൽ വായ്പാ വിതരണോദ്ഘാടനം യൂണിയൻ ബാങ്ക് വെസ്റ്റ് മാനേജർ ബിജിഷ PT നിർവഹിച്ചു. കലാസാഹിത്യ മത്സര വിജയികൾക്കും രാമായണ പ്രശ്നോത്തരി വിജയികൾക്കും ശാഖകളിൽ നിന്നും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിജയികൾക്കുമുള്ള ഉപഹാരങ്ങൾ ഇൻസ്പെക്ടിംഗ് ഓഫീസർ VP അശോകൻ സമ്മാനിച്ചു. ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനത്തിന്റെ ഭാഗമായി കൊയിലാണ്ടിയിലും വിവിധ ആഘോഷ പരിപാടികൾ നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണ വിതരണവും നടത്തി. ഗുരുസ്മരണയിൽ കൊയിലാണ്ടിയിലും ചതയദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. SNDP യോഗം കൊയിലാണ്ടി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ചതയദിനാഘോഷത്തോടനുബന്ധിച്ച് രാവിലെ യോഗം പ്രസിഡന്റ് പറമ്പത്ത് ദാസൻ പതാക ഉയർത്തി. തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിഭവസമൃദ്ധമായ സദ്യ നൽകി. ഇത്രയും കാലത്തിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഈ വർഷം വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിക്കുകയും അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ മുഴുവൻ ശാഖകളിലും അന്നദാനവും ഗുരുപൂജയും പായസദാനവും ഇന്ന് നടത്തിയിട്ടുണ്ട്. പോരാത്തത് ആശുപത്രിയിലുള്ള നമ്മളുടെ ഈ കൊയിലാണ്ടി ഈ സർക്കാർ ആശുപത്രിയിലെ മുഴുവൻ രോഗികൾക്കും അവരുടെ ആശ്രിതർക്കും ഉച്ചയ്ക്ക് അന്നദാനം ഞങ്ങൾ വളരെ വിപുലീകരിച്ച് ഒരു ഓണസദ്യ മോഡൽ ഇന്ന് കൊടുക്കുന്നുണ്ട്. വൈകിട്ട് മനയടത്ത് പറമ്പിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ചു. ചെണ്ടമേളം, താലപ്പൊലി എന്നിവ മിഴിവേകി. ഊട്ടേരി രവീന്ദ്രൻ, VK സുരേന്ദ്രൻ, KK ശ്രീധരൻ, സുരേഷ് മേലപ്പുറത്ത്, K ചോയിക്കുട്ടി, KV സന്തോഷ്, C രവീന്ദ്രൻ, ശോഭന എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ ഒരിടവേള കൂടി.
മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. തിരുവോണം പടിയിറങ്ങിയിട്ടും നഗരത്തിൽ പലയിടത്തും ആഘോഷങ്ങൾ തുടർന്നു വരികയാണ്. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നടന്ന ഓണാഘോഷ റിപ്പോർട്ടുകളിലേക്ക്. മഹാത്മാഗാന്ധി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണസമൃദ്ധി 2015 ഓണക്കിറ്റ് വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ഉള്ളേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ മഹാത്മാഗാന്ധി ട്രസ്റ്റ് ചെയർമാൻ KK സുരേഷ് അധ്യക്ഷം വഹിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി T ഗണേഷ് ബാബു ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. KPSTU സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ സമദ് പഠനോപകരണ വിതരണവും താക്കോൽദാനവും നിർവഹിച്ചു. സുനിൽ കാവടിക്കൽ, വിജയലക്ഷ്മി കാരടി, നാരായണൻ കിടാവ്, റഹീം എടത്തിൽ, കൃഷ്ണേന്ദു, മോഹൻദാസ് പാലോറ, മൂസക്കോയ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നടുവട്ടം സർഗ സാംസ്കാരിക വേദിയുടെ സർഗോത്സവ് 2015 നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ഓഗസ്റ്റ് 28 ഗൃഹാങ്കണ പൂക്കൾ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. സാംസ്കാരിക സമ്മേളനം കൌൺസിലർ PV ഹൈദരലി ഉദ്ഘാടനം ചെയ്തു. സർഗ സാംസ്കാരിക വേദി പ്രസിഡന്റ് ബിബിൻ NP അധ്യക്ഷം വഹിച്ചു. രാജീവൻ മാടായി, പൊതുപ്രവർത്തകൻ KP ശ്രീശൻ, ബേപ്പൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജീവൻ പെരുമന, P മാധവദാസ്, റോയ് ചാണ്ടി എന്നിവർ സംസാരിച്ചു. സിനിമാ കലാ സംവിധായകൻ മുരളി ബേപ്പൂർ സമ്മാനദാനം നിർവഹിച്ചു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളായ രേവതി ദാസ്, സനുജ T, ആമിന ഷഹല AT, അഭിശ്യാം T എന്നീ വിദ്യാർത്ഥികൾക്ക് പ്രണവ് AJയുടെ പാവനസ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ ഉപഹാരങ്ങളും വിതരണം ചെയ്തു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് കളത്തിങ്ങൽ കോമുവിനെ ചടങ്ങിൽ ആദരിച്ചു. ഉള്ളിശ്ശേരിക്കുന്ന് ശാഖ മുസ്ലിം ലീഗ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കവി PK ഗോപി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മൻസൂർ അരിയക്കാട് അധ്യക്ഷനായിരുന്നു. SVSM ഷമീൽ തങ്ങൾ, അമ്പുക്കോയ ഉള്ളിശ്ശേരിക്കുന്ന്, മുഹമ്മദ് അലി AP, PT ഷെരീഫ്, AK മൻസൂർ എന്നിവർ സംസാരിച്ചു. പയ്യാനക്കൽ ക്രസന്റ് റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതിവ് പോലെ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കൌൺസിലർ മുസാഫിർ അഹമ്മദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നൌഫൽ റഹ്മാനി, K കരുണൻ, KV സമീർ, നബീൽ അർഷാദ്, ഫർഹദ് മുഹമ്മദ്, PK ആഷിൽ, മുഹമ്മദ് ഗസ്നി, NA റസാഖ് എന്നിവർ സംബന്ധിച്ചു. നടുവട്ടം പറമ്പത്ത് പറമ്പ് പൌരുഷം സ്വാശ്രയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷനായിരുന്നു. തറയിൽ ബാബു, P ശിവദാസൻ, KV അജയൻ, P സതീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് ഓണസദ്യയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശിവപുരി റോഡിൽ സൌഹൃദക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പള്ളത്ത് കൃഷ്ണദാസ്, VK സുരേഷ്, ശിവദാസൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. തമ്പി റോഡ് നവചേതന സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവോണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. 11 സ്പൂൺ, കസേരകളി, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, കമ്പവലി, മുതിർന്നവർക്കായി ഉറിയടി എന്നീ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. കൌൺസിലർ P ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. P സജിൻ അധ്യക്ഷം വഹിച്ചു. N പ്രശാന്ത്, A ഉമേഷ്, E സന്തോഷ് കുമാർ, NV രതീഷ് കുമാർ, K സുഭാഷ്, P അജിനേഷ് എന്നിവർ നേതൃത്വം നൽകി. ഓണാഘോഷത്തോടനുബന്ധിച്ച് ജോക്കേഴ്സ് പോയിന്റിന്റെ പ്രവർത്തന ഫണ്ടിനായി സംഘടിപ്പിച്ച ഓണം സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് കൽക്കുന്നത്ത് പരിസരത്ത് നടന്നു. ജോക്കേഴ്സ് പോയിന്റ് അണിയിച്ചൊരുക്കിയ മാവേലി നറുക്കെടുപ്പിന് നേതൃത്വം നൽകി. ഷിബു തച്ചാട്ട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ശിവദാസൻ പീച്ചനാരി അധ്യക്ഷനായിരുന്നു. ജോക്കേഴ്സ് പോയിന്റിന്റെ ഓണസന്ദേശം പ്രകാശൻ മാസ്റ്റർ തന്റെ വാക്കുകളിലൂടെ ജനങ്ങളെ അറിയിച്ചു. തുടർന്ന് ഓണം ഘോഷയാത്രയും നടന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ മിക്സഡ് മാർഷൽ ഫൈറ്റിംഗ് ഇവന്റ് പങ്കെടുക്കാനെത്തിയ താരങ്ങൾക്ക് കരഘോഷങ്ങളോടെ സ്വീകരണം. സ്വസ്തിക് ഫൈറ്റ് ക്ലബ് സംഘടിപ്പിച്ച ഫൈറ്റിംഗ് മത്സരമാണ് കോഴിക്കോട്ടെ കാണികൾ ആവേശത്തോടെ സ്വീകരിച്ചത്. ഇടിക്കൂട്ടിലെ കരുത്തിന്റെ സൗന്ദര്യം കോഴിക്കോടിന് പരിചയപ്പെടുത്തി മിക്സഡ് മാർഷൽ ആർട്സ് ഫൈറ്റിംഗ് ഇവന്റ്. സ്വസ്തിക് ഫൈറ്റിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മിക്സഡ് മാർഷൽ ആർട്ട് ഫൈറ്റിംഗ് ഇവന്റ് സംഘടിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര MMA ഫൈറ്റിംഗ് ഇവന്റാണിത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും അഫ്ഗാനിസ്ഥാനിലെയും താരങ്ങളാണ് മത്സരിച്ചത്. 6 അന്താരാഷ്ട്ര മത്സരങ്ങളും 4 അമേച്ചർ മത്സരങ്ങളും അരങ്ങേറി. 5 മിനിറ്റുള്ള 3 റൌണ്ടുകളായിരുന്നു മത്സരം. ബാസർ ഏമാൻ, അജ്മൽ സുൽത്താനി, മസൂദ് സാദിഖ്പൂർ,
താഹിർ ഖുറാം, അഹമ്മദ് മാലിക് ഹോട്ടക് എന്നിവർ അഫ്ഗാനിസ്ഥാനെ പ്രതിനിധീകരിച്ച് ഇടിക്കൂട്ടിലെത്തി. ഇന്ത്യക്ക് വേണ്ടി കോഴിക്കോടുകാരനായ അശ്വന്ത്, ബാബു, രജിത്ത്, മുംബൈ സ്വദേശികളായ മന്ദൻ റാണെ, ദേവ്ജിത് റോയ്, സിക്കന്ദർ കോറെ, അസമിൽ നിന്നുള്ള രാഹുൽ, പഞ്ചാബിൽ നിന്നുള്ള സുരാജ് ബഹദൂർ എന്നിവരും അണിനിരന്നു. ഇവരെ കൂടാതെ വനിതാ താരങ്ങളായി മുംബൈ സ്വദേശിനി മഞ്ജിത്ത്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഫർസാന എന്നിവരും കരുത്ത് പരീക്ഷിക്കാനെത്തി. കേരളീയർക്ക് പൊതുവെ പരിചിതമല്ലാത്ത കായിക വിനോദമാണ് MMA ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്, മുഗായ് തായ്, ജിജു ജിൽസു, റെസ്ലിംഗ്, ജൂഡോ തുടങ്ങിയ ആയോധന കലകളുടെ മിശ്രിത രൂപമാണിത്. ബോക്സിംഗിലെ മുൻ ദേശീയ താരവും MMA പരിശീലകനുമായ K. രഞ്ജിത്ത് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ഫൈറ്റിംഗ് ഇവന്റ് മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. അംഗത്തിൽ അജയ്കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, CDA ചെയർമാൻ NC അബൂബക്കർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സ്വാസ്തിക് ഫൈറ്റ് ക്ലബ് പ്രസിഡന്റ് സുദീപ് ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. നടുവട്ടം തമ്പുരാൻപടി പുത്തൻ വീട്ടിൽ മനോജിന്റെ നിര്യാണത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ TK അബ്ദുൾ ഗഫൂർ അധ്യക്ഷം വഹിച്ചു. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് മുൻ സെക്രട്ടറിയായിരുന്ന PV മനോജിന്റെ നിര്യാണത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TK അബ്ദുൾ ഗഫൂർ അധ്യക്ഷനായ പരിപാടിയിൽ കൌൺസിലർ P. ദേവരാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. AM അനിൽകുമാർ, MA മുഹമ്മദ്, P. പീതാംബരൻ, പ്രകാശൻ കോഴിക്കൽ, A. രാധാകൃഷ്ണൻ, ഷഫ്നാസ് അലി, VP ബഷീർ, T. രഗീഷ്, P. മാധവദാസ് എന്നിവർ സംസാരിച്ചു. നടുവട്ടം വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി കൂടിയായിരുന്നു പുത്തൻവീട്ടിൽ മനോജ്. വട്ടാമ്പോയിൽ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. മേയർ AK പ്രേമജം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വട്ടാമ്പോയിൽ ഏരിയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വട്ടാമ്പോയിൽ ബേബീസിൽ നടന്ന പരിപാടി മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC +2 ഉന്നത വിജയികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകളും സമർപ്പിച്ചു. അക്ഷയ് പ്രശാന്തിനെ ആദരിക്കുന്നു. ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി അക്ഷയം ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് 2 പേരാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഷീബ രാജ്കുമാർ. CDA ചെയർമാൻ NC അബൂബക്കർ, കൌൺസിലർ ബ്രസീലിയ ഷംസുദ്ദീൻ, ചമ്മങ്ങാട് സബ് ഇൻസ്പെക്ടർ സാലി, ജെറീഫ് പുതിയപാലം, BV മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. വർവ പ്രസിഡന്റ് പ്രശാന്തൻ കളത്തിങ്ങൽ അധ്യക്ഷനായിരുന്നു. ദേശീയ പുരസ്കാരങ്ങൾ നേടിയ അക്ഷയ്, ജെറീസ്, നൌഷാദ്, അജയഘോഷ് എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. പരിപാടികൾക്ക് VS അബൂബക്കർ, TP അലി അക്ബർ, MV അബ്ദുള്ളക്കോയ, വാടിയിൽ സുന്ദർരാജ്, പാലക്കൽ ശശി, E ബഷീർ, M സലീം ബാഷ എന്നിവർ നേതൃത്വം നൽകി. കഥകളിയും തെയ്യവും നിറഞ്ഞു നിന്ന കമലദളം ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. സുചിത്ര രാജീവിന്റെ 23 ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചായിരുന്നു ചിത്രപ്രദർശനം. പ്രദർശനം തിങ്കളാഴ്ച സമാപിച്ചു. കഥകളി പദങ്ങളുടെ പൂർണ്ണതയും രവിവർമ്മ ചിത്രങ്ങളുടെ സൗന്ദര്യവുമായി കമലദളം ചിത്രപ്രദർശനം. കോഴിക്കോട് കോട്ടൂളി സ്വദേശി സുചിത്ര രാജീവിന്റെ ചിത്രങ്ങളുടെ പ്രദർശനമാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നത്. അക്രിലിക്കിലും മെറ്റൽ പെയിന്റിംഗിലും ഒരുക്കിയ 23 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. KSFEയിൽ ജൂനിയർ അസിസ്റ്റന്റായ സുചിത്രയുടെ ആദ്യ പ്രദർശനമാണിത്. കഥകളിയിലെ വിവിധ വേഷങ്ങൾ ഉൾപ്പെടുത്തിയ 5 ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴവും കുരിശിൽ തറച്ച ദൃശ്യവും ഒരുക്കിയിരുന്നു. 3 പ്രശസ്തമായ രവിവർമ്മ ചിത്രങ്ങളും പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. വടക്കേ മലബാറിലെ തെയ്യക്കോലങ്ങളും ക്യാൻവാസിൽ സ്ഥാനം പിടിച്ചു. പ്രദർശനത്തോടനുബന്ധിച്ച് ചിത്രങ്ങളുടെ വിൽപ്പനയും ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൌത്ത് നിയോജക മണ്ഡലം വസ്ത്രമണ്ഡലമാക്കി മാറ്റാനുള്ള പദ്ധതി ആലോചിക്കുന്നുണ്ടെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. സെപ്റ്റംബർ 2 നടക്കുന്ന ദേശീയ പണിമുടക്കിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനാ സംയുക്ത ജില്ലാ സമിതി നേതാക്കൾ.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വനിതാ പ്രവർത്തകരെ സജ്ജമാക്കാൻ ലീഗ് ഒരുങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.